പക്ഷേ വ്യാപാര കരാർ ഇന്ത്യക്കെതിരെ ഈ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. ഇതാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. അതായത് 25% ടാക്സ് കൂട്ടുന്നു. അപ്പോൾ 25% ടാക്സ് ഓഗസ്റ്റ് 1 മുതൽ കൂട്ടുമെന്ന് പറഞ്ഞെങ്കിലും വൈറ്റ് ഹൗസ് ഇപ്പോൾ പറയുന്നത് 7 മുതലായിരിക്കുമെന്നാണ്. പക്ഷേ അത് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് സംശയം. അങ്ങനെ ആകാൻ വേണ്ടി ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനുമായിട്ടും ചില കൂട്ടുകെട്ടുകളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാന് ചില ഉദാരമായ വ്യവസ്ഥകളൊക്കെ വെച്ച് നീട്ടിയിട്ടായിരിക്കും. അത് ഇന്ത്യക്ക് പണിയായി മാറുമോ? അല്ല, പാകിസ്ഥാന് അതുപോലെ അമേരിക്കയും തമ്മിലുണ്ടാക്കുന്ന ഏത് കരാറും ഭാവിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അപകടകരമായിരിക്കും. കാരണം അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുക എന്നതിൻ്റെ അർത്ഥം നമുക്കെതിരെയുള്ള ശത്രു ശക്തനാകുന്നു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ ഈ കഴിഞ്ഞ യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കാര്യം ലോകത്തിൻ്റെ മുന്നിൽ സ്ഥാപിച്ചെടുത്തിരുന്നു. പാകിസ്ഥാന് മേൽ വലിയ ആധിപത്യമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് കോ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയും. പാകിസ്ഥാൻ അത് എങ്ങനെ മറികടന്ന് പഴയതുപോലെ ഈക്വൽ സ്റ്റാറ്റസിലേക്കുള്ള രണ്ട് രാഷ്ട്രങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും എന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തുന്ന നയതന്ത്ര നീക്കങ്ങളുടെ ഒരു വിജയമായിട്ടാണ് ഈ കരാറിനെ നമ്മൾ വിലയിരുത്തേണ്ടത്. പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുണ്ടാക്കുന്ന കരാർ എങ്ങനെയാണ് ഇന്ത്യക്ക് ഹാനികരമായി തീരുന്നതെന്ന് പരിശോധിച്ചാൽ അതിൻ്റെ അടിത്തറ ഇതാണ്. നമ്മളുടെ ഒരു ശത്രുവാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ അമേരിക്ക ശക്തിപ്പെടുത്തുകയും ഭാവിയിൽ നമ്മളും പാകിസ്ഥാനും തമ്മിൽ ഉരസലുകൾ ഉണ്ടാകുമ്പോൾ അമേരിക്ക എവിടെ നിൽക്കും? അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. മാത്രമല്ല, നമുക്കെതിരെ ഇന്ത്യ 25% നമുക്കെതിരെ അമേരിക്ക 25% നികുതി അടിച്ചേൽപ്പിക്കുകയും അതേപോലെ തന്നെ നമുക്കെതിരെ മറ്റൊരു മാരകമായ നീക്കം കൂടി അമേരിക്ക നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. കാരണം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട്. വളരെ വിലക്കുറവിനാണ് നമുക്ക് റഷ്യ എണ്ണ തരുന്നത്. അങ്ങനെ എണ്ണ തരുന്നതിന് പിഴയിടാനായിട്ടുള്ള പിഴച്ചുങ്കം എന്ന് പറയുന്ന ഒരു സാധനം കൂടി നമുക്കെതിരെ അടിച്ചേൽപ്പിക്കാനായിട്ട് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ട്രംപിനോട് ചോദിച്ചു, ഇന്ത്യ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ, അല്ലെങ്കിൽ സുഹൃത്ത് രാജ്യമല്ലേ, എന്തിനാണ് പിന്നെ ഇങ്ങനെയെല്ലാം ചെയ്യണമെന്ന് വെച്ചപ്പോൾ സൗഹൃദം വേറെ കച്ചവടം വേറെ എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് കച്ചവടക്കാരനാണ് അടിസ്ഥാനമായി. അയാളുമായിട്ട് ഇന്ത്യ നമ്മളുടെ ഒരു ധാരണ തന്നെയായിരുന്നു. കാരണം എപ്പോഴും മൈ ഫ്രണ്ട് എന്നാണ് മോദി ട്രംപിനെ വിളിച്ചിരുന്നത്. ട്രംപ് അത് അംഗീകരിക്കുന്നുണ്ട്. യെസ്, എൻ്റെ സുഹൃത്ത് തന്നെയാണ് മോദി. പക്ഷേ കച്ചവടത്തിൽ ഈ സൗഹൃദത്തിന് ഒരു പ്രസക്തിയില്ല. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് നമുക്കെതിരെ എടുത്തിട്ടില്ലെങ്കിലും അതേപോലെ തന്നെ പാകിസ്ഥാനെതിരെ വളരെ അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുകയും ചെയ്ത സമയത്ത് ട്രംപ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട്. എന്താണ്? ഇന്ത്യൻ എക്കണോമി എന്ന് പറഞ്ഞാൽ ഒരു ഡെഡ് എക്കണോമിയാണ്, ചത്തുപോയ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ത്യയുടെ മാത്രമല്ല റഷ്യയുടെയും അങ്ങനെയാണ് എന്ന് പറഞ്ഞ് എനിക്ക് അവരുമായിട്ട് കച്ചവട ബന്ധങ്ങളുണ്ടാക്കാൻ ഒരു താല്പര്യവുമില്ല എന്നാണ് പറഞ്ഞത്. ഇത് സൂചിപ്പിക്കുന്നത് മൊത്തം പാകിസ്ഥാനുമായിട്ടുള്ള നല്ല ബന്ധം അമേരിക്ക ഉണ്ടാക്കാനായിട്ട് പോകുന്നതെന്നാണ്. അതിനവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാനിലെ എണ്ണപ്പാടങ്ങൾ. ആ എണ്ണപ്പാടങ്ങളെ പുതിയ തരത്തിലേക്ക് വികസിപ്പിച്ചെടുക്കുക. അതായത് പാകിസ്ഥാന് കഴിയാത്തൊരു കാര്യമാണ്. അവരുടെ എണ്ണപ്പാടം അവർക്ക് ശരിയായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. അമേരിക്കൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അത് നല്ല രീതിയിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും. യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആ എണ്ണ മുഴുവൻ ആരുടെ കയ്യിലിരിക്കും? ട്രംപിൻ്റെ കയ്യിലിരിക്കും. പക്ഷേ ഇതിനകത്തൊരു അതാണ് പ്രശ്നം. ഇതിനകത്തൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ അമേരിക്ക നമുക്ക് 25% താരിഫ് കൂട്ടുന്നു, അത് കഴിഞ്ഞ് പിഴച്ചുങ്കം വരുത്തുന്നൊക്കെ വേണം. ഇപ്പം നമ്മൾ കാലാകാലങ്ങളെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കയർ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നുണ്ട്. മത്സ്യസമ്പത്ത് ധാരാളമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലെ തന്നെ കരിമീൻ ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ അവിടെ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ചെമ്മീൻ അടക്കമുള്ള മത്സ്യങ്ങൾക്ക് വലിയൊരു വിപണി എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇതിനൊക്കെ തന്നെ ഇവർ ഏർപ്പെടുത്തിയേക്കാം. പിന്നെ നമ്മൾ ചില നിയന്ത്രണങ്ങൾ, ഇപ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു അല്ലെങ്കിൽ ആയുധങ്ങൾ ഇടപാട് നടത്തുന്നു, ഇതാണ് അവരെ ചൊടിപ്പിച്ചൊരു കാര്യം. പക്ഷേ നമ്മളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും വേണ്ടെന്ന് വെക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ല. അപ്പോൾ അവർ പ്രധാനമായിട്ട് പറയുന്നത് അവരുടെ ഇലക്ട്രിക് കാറുകൾ നമ്മുടെ ഇവിടെ വിൽപ്പന നടത്തണം. അപ്പോൾ നമ്മൾ പറഞ്ഞു അതിന് വലിയ തുക നമ്മൾ പിഴ ഈടാക്കും അല്ലെങ്കിൽ നികുതി ചുമത്തും. കാരണം നമ്മുടെ തദ്ദേശീയമായ കമ്പനികൾക്ക് നിലനിൽക്കണം. കൂടാതെ അവർ പിന്നെ ഈ ജനിതക മാറ്റം വരുത്തിയ പച്ചക്കറികൾ, വിത്തുകൾ, ഇതൊക്കെ തന്നെ ഇവിടെ വേണം. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കി വളരുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്, അവരെ എടുത്ത് തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്ന് പറയും. പക്ഷേ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ട്, ഇതിനെയൊന്നും അവർക്കെടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു ഉൽപ്പന്നം അവർ വാങ്ങുമ്പോൾ കൂടുതൽ നികുതി ഏർപ്പെടുത്തിയാൽ അമേരിക്കൻ ജനതയുടെ കയ്യിൽ നിന്നാണ് പണം പോകുന്നത്. അപ്പം ഈ നമുക്ക് അങ്ങോട്ടുള്ള കയറ്റുമതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ ഇറക്കുമതിയിലും അവരൊരു പ്രശ്നം സൃഷ്ടിക്കും. അത് ട്രംപ് മുന്നിൽ കാണുന്നില്ലേ? അപ്പോൾ അല്ല, ട്രംപ് അതിന് പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇന്ത്യയുമായി നടത്തുന്ന വ്യാപാര കമ്മി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ കച്ചവടം നടക്കുമ്പോൾ തുല്യമായിട്ടുള്ള രീതിയിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും നടന്നാൽ അതിൽ പരിക്കില്ല.
പക്ഷേ ഇമ്പോർട്ട് കൂടുകയും എക്സ്പോർട്ട് കുറയുകയും ചെയ്തതിൻ്റെ പരിക്കുണ്ടാകും. അങ്ങനെ വ്യാപാര കമ്മി വരുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുള്ള കച്ചവടങ്ങളിൽ അത് കൂടുതലാണ് എന്നാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു വിദേശ വിപണി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾക്കാണ്. അമേരിക്ക ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രമാണ്. നമ്മളുടെ കൂടുതൽ കയറ്റുമതിയും ഒരു ഘട്ടത്തിൽ അതിൽ തന്നെ ഈ നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആഗോള വ്യാപാരം വർദ്ധിച്ചപ്പോൾ ഇന്ത്യക്ക് അതിൽ എന്ത് മെച്ചം എന്ന് വിദഗ്ധന്മാർ പരിശോധിച്ചപ്പോൾ നമ്മുടെ ഒരു സാധ്യത ടെക്സ്റ്റൈൽ മേഖലയിലാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തിയിരുന്നത്. അവിടെ എങ്ങനെയാണ് ട്രംപ് ഇടപെടുകയും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് അറിയാനായിട്ട് പാടില്ല. എന്നാൽ നേരത്തെ സിനിജി ചോദിച്ചതുപോലെ അവരുടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മളിങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇലക്ട്രിക് കാറുകൾ പോലെയുള്ള സംഭവങ്ങൾ, അതൊരു ചെറിയ ഉദാഹരണമാണ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇറക്കുമതി ചെയ്തു. ആ ഉൽപ്പന്നങ്ങളിലെല്ലാം നമുക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നികുതി കൂട്ടാനായിട്ട് കഴിയും. നേരത്തെ നമ്മളിങ്ങനത്തെ ഒരു സ്ഥിതി രൂപപ്പെടുത്തിയിരുന്നു. ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്നാണ് അതിൻ്റെ പേരായിരുന്നത് അന്ന്. അതായത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മൾ ഈ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് അന്ന് ശക്തമായിട്ട് നടപ്പിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് നമ്മളുടെ വ്യാപാര മേഖലയിൽ കള്ളക്കടത്തൊരു പ്രതിഭാസമായിരുന്നു. നമ്മൾ ഇപ്പോൾ മോഹൻലാലിൻ്റെ സിനിമ 20-ാം നൂറ്റാണ്ട്, അതൊക്കെ കള്ളക്കടത്ത് സിനിമകളാണ്. അപ്പോൾ ആ കള്ളക്കടത്ത് സിനിമകൾ ഉണ്ടാകാൻ പ്രധാനപ്പെട്ട കാരണം അന്ന് കള്ളക്കടത്ത് വ്യാപാരം വളരെ ശക്തമായിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ആണ്. അത് പതുക്കെ എടുത്തു കളയുകയും വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ രൂപപ്പെട്ടതിന് ശേഷം നമ്മളതിൽ അംഗമായി കഴിഞ്ഞപ്പോൾ നമുക്ക് അത്തരത്തിൽ വലിയ വലിയ നികുതികൾ ചുമത്താനായിട്ടുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഏതാണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മളുടെ രാജ്യത്തേക്ക് കടന്നു വരികയും ഈ കള്ളക്കടത്ത് എന്ന് പറയുന്നത്, നേരത്തെ ഒരു ടേപ്പ് റെക്കോർഡർ ഒക്കെ വാങ്ങിക്കുന്നത് നമ്മൾ ഈ കള്ളക്കടത്ത് വിപണിയിൽ നിന്നായിരുന്നു. കാരണം 400-500 ഒക്കെ ശതമാനം നികുതി ചുമത്തിയിട്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് അത് നേരായ മാർഗത്തിലേക്ക് വന്നിരുന്നത്. അപ്പം വില കുറച്ച് നമുക്ക് സാധനം കിട്ടാൻ വേണ്ടിയിട്ട്. അതെ. ഇപ്പോൾ പക്ഷേ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറുകയും എല്ലാം നമുക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് കാരണം എന്ന് വെച്ചാൽ ലോക വ്യാപാരത്തിൽ ഏത് അതിർത്തികളെയും കടന്ന് പോകേണ്ടതുണ്ട് എന്ന് ഈ മുതലാളിത്ത രാജ്യങ്ങൾ തന്നെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ തന്നെയാണ് തീരുമാനിച്ചിരുന്നത്. അവർ തന്നെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പോൾ ട്രംപ് ഇതിനെല്ലാനും, അതായത് ഇതുവരെ തുടർന്നു വന്നിരുന്നതായിട്ടുള്ള ഒരു ക്യാപിറ്റലിസ്റ്റ് നിയോ ലിബറൽ പോളിസിയിൽ അദ്ദേഹം തന്നെ ഭ്രാന്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ മാത്രമല്ല, കാനഡയോടും അതേപോലെ തന്നെ ചൈനയോടും മറ്റെല്ലാ രാഷ്ട്രങ്ങളോടും ഇത്തരത്തിൽ ഈ പകര ചുങ്കം, റെസിപ്രോക്കൽ ടാക്സസ് എന്ന് പറയുന്നത് നടപ്പിലാക്കും എന്ന് ശക്തമായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് അതിനനുസരിച്ചുള്ള നിലപാടുകളും എടുക്കുന്നുണ്ട്. എല്ലാ നിലപാടുകൾക്കും മുൻകാലങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു റീസൺ, ഒരു യുക്തി ഉണ്ടാകുമായിരുന്നു. അതവരുടെ വിദേശകാര്യ നയതന്ത്ര ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ അവരുടെ ജെന്യുവിൻ പോളിസികളുമായിട്ട് ബന്ധപ്പെട്ട. ഇപ്പം അമേരിക്കക്ക് അങ്ങനത്തെ ഒരു ജെന്യുവിൻ പോളിസി ഇല്ല എന്ന് വരുത്തി തീർത്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. ആളുകൾ ഞെട്ടുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ ട്രംപ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പല വിഷയങ്ങളിലും. നമ്മളത് കച്ചവടത്തിൻ്റെ മേഖലയിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. എനിക്ക് തോന്നുന്നു കേരളത്തിലായിരിക്കും ചിലപ്പോൾ കൂടുതൽ ഈ സമുദ്ര ഉൽപ്പന്നങ്ങൾ, നമ്മൾ സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി നടത്തുന്നതിൽ നമ്മളാണ് കുറച്ച് കൂടുതൽ സന്തോഷിച്ചിരുന്നത്. പക്ഷേ ഇവിടെ ഈ ഉപരോധം ഏർപ്പെടുന്നത് ഇത് ആദ്യമായിട്ടല്ല. കാരണം വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് അന്ന് നമ്മൾ ആണവ പരീക്ഷണം നടത്തി. ആ ഒരു ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് അന്ന് നമുക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ആ ഉപരോധത്തെ വലിയ സമ്പദ്ഘടനയൊന്നും അല്ലാതിരുന്ന സമയത്ത് നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ 3-ാമത്തെ 4-ാമത്തെ ഒരു സമ്പദ്ഘടനയിലേക്ക് എത്തുന്നുണ്ട്. സൈനിക മേഖലയിൽ, നയതന്ത്ര മേഖലയിലൊക്കെ നമ്മൾ ഒരുപാട് വളർച്ച പ്രാപിച്ചു. ആ നമ്മളെ ഭീഷണിപ്പെടുത്താനൊന്നും ഈ പറയുന്ന അമേരിക്കയ്ക്ക് കഴിയില്ല. കാരണം നമ്മൾ പൂർണ്ണമായിട്ടും ഇപ്പോൾ ബംഗ്ലാദേശിനെ പോലെയോ അല്ലെങ്കിൽ വിയറ്റ്നാമിനെ ഒന്നും പോലെ അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് വ്യാപാരം നടത്തുന്ന ഒരു രാജ്യമല്ല. ഇപ്പോൾ തന്നെ ഓയിലുമായിട്ടുള്ള ഇടപാട് നമ്മൾ നേരത്തെ 17 രാജ്യങ്ങളുമായിട്ടായിരുന്നെങ്കിൽ ഇന്ന് 40-ലധികം രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഓയിൽ ഇടപാട് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വ്യാപാരം നടത്താൻ അവർ പോയാൽ നമുക്ക് നേരിട്ട് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുണ്ട്. ഇപ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെ, ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് നല്ല ട്രേഡാണ് നമ്മൾ നടത്തുന്നത്. ഇനി ഇവിടെയും തടസ്സം നിർത്തിയാൽ നമ്മൾ ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ട് ഈ കച്ചവടം നടത്തും. ഇനി അതും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോ ഏഷ്യൻ രാജ്യങ്ങളിലോ ഒക്കെ തന്നെ കച്ചവടം നടത്തും. അപ്പോൾ ട്രംപിൻ്റെ ഈ നിലപാട് പണ്ടും ഭയപ്പെട്ടിരുന്നു ആളുകൾ. പക്ഷേ ഇന്ന് ഇന്ത്യയെ പോലെ രാജ്യത്തെ 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ മാർക്കറ്റുള്ള രാജ്യമാണ് നമ്മുടെ. അവരെ ഭയപ്പെടുത്താനൊന്നും കഴിയില്ല. അത് ട്രംപ് തിരിച്ചറിയുന്നതുകൊണ്ടായിരിക്കില്ലേ ഓരോ ഘട്ടം ഇപ്പം മാറ്റാം, അടുത്ത ഘട്ടം മാറ്റാം. ഇപ്പം പറയുന്ന 1-ാം തീയതി എന്നുള്ളത് 7-ാം തീയതി മുതലേ നടപ്പാക്കുള്ളത്. അപ്പം നമ്മളെ ഒന്ന് ഭീഷണിപ്പെടുത്തി വരുതിയിലാക്കാൻ ട്രംപ് ശ്രമിക്കുന്നു. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്? ട്രംപ് ഇതിനു മുമ്പ് ഉള്ള പ്രസിഡന്റുമാരിൽ നിന്ന് വ്യത്യസ്തനാണ്, അല്ലെങ്കിൽ ലോക നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാണ്.
ലോക നേതാക്കൾക്കൊക്കെ ഒരു അന്തസ്സ് നേരത്തെ ഉണ്ടായിരുന്നു. അവരതിനനുസരിച്ചേ പെരുമാറുകയുള്ളൂ. ഒരു കാര്യം പറഞ്ഞാൽ അതിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും ഒരു എന്ത് ചെയ്യില്ലേ മാറും. ട്രംപിനെപ്പോൾ ആണെങ്കിലും മാറാം. അത് മാത്രമല്ല, സൗഹൃദം നിൽക്കുന്ന രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാല ചർച്ചയിലൂടെ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള പോളിസികളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ഇന്ത്യ പരിശ്രമിച്ചുകൊണ്ടിരുന്നത്. നരേന്ദ്രമോദി അമേരിക്കയിൽ ചെല്ലുകയും നമ്മളുടെ വിഷയങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കും, അങ്ങനെ ചർച്ചയാകാം എന്ന് പറഞ്ഞ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയെങ്കിലും എത്തിയിട്ടില്ല. അതിക്കും പിന്നെ ഇദ്ദേഹം കയറിയിരിക്കുകയാണ് 25% ചുങ്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ലോക നേതാക്കളുടെ ഒരു നിലവാരത്തിൽ നിന്ന് ഇച്ചിരി താഴെയുള്ള ഒരു നേതാവിൻ്റെ പ്രകടനമായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളുമായിട്ട് ചർച്ചകളൊക്കെ നടന്ന് ആ ചർച്ച എങ്ങും എത്തിയില്ല, ചർച്ചയിന് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത് ചർച്ച ഒരു വശത്ത് നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇയാൾ നമ്മളെ ഭീഷണിപ്പെടുത്താൻ തന്നെയാണ്. സിനേജ് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. ഭീഷണിപ്പെടുത്തിയൊന്ന് നോക്കണം, ഒന്ന് ഞെക്കി നോക്കണം. പക്ഷെ അതൊരിക്കലും സാധ്യമല്ല. കാരണം നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നമ്മളുടെ സമ്പദ് വ്യവസ്ഥ വളരെയധികം വികസിച്ചു. ഒന്ന്. രണ്ട്, നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അമേരിക്ക നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ അമേരിക്കക്കാർ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് ഇന്ത്യക്കാരെ കൊണ്ടാണ്. ഇന്ത്യയിൽ നിന്ന് അത്രമാത്രം അവർക്ക് ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമായി വരികയും അവരത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഇവർ തമ്മിലുള്ള ഈ വ്യാപാര ബന്ധങ്ങളെല്ലാം തകരാറിലാകുകയും പ്രശ്നങ്ങളാകുകയും ചെയ്താൽ ഇപ്പോൾ അമേരിക്കയിൽ ജീവിക്കുന്നതായിട്ടുള്ള ഇന്ത്യക്കാർ അതെല്ലാം നിർത്തി ഇന്ത്യയിലേക്ക് വരുമോ എന്ന് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. അവരിൽ ബഹുഭൂരിപക്ഷ ആളുകളും മിക്കവാറും അവിടെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണത് പിന്നീട് മാറിത്തീരുകയെന്നൊന്നും നമുക്ക് അതിനകത്ത് വിശദീകരിക്കാനായിട്ട് പറ്റില്ല. എന്തായാലും ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞാൽ അപകടത്തിലാകുക അമേരിക്കയായിരിക്കും. അമേരിക്കയുടെ പ്രവർത്തനങ്ങളായിരിക്കും പലരും നിലച്ചു പോകുന്നത്. അവരുടെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലൊക്കെ എത്രയോ ഇന്ത്യക്കാരാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഇന്ത്യയുടെ തലച്ചോറ് നല്ല രീതിയിൽ ഉപയോഗിച്ച് വളരുന്നൊരു രാജ്യം കൂടിയാണ് അമേരിക്ക. നമ്മൾ ആ രീതിയിലൊക്കെ അതിനൊരു തടസ്സമായി കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരും അമേരിക്കയിലേക്ക് വിടുന്നില്ല എന്ന നിലപാടൊക്കെ എടുത്താൽ അതുകൊണ്ട് നമ്മളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയ്ക്കാണ്. എന്നുവെച്ചാൽ നമുക്കതിനുള്ള സോഴ്സ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരുമായിട്ടും ഫൈറ്റ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ ആയുധമാണ്. അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിൽ ഇപ്പോൾ പോകുന്ന പോക്ക് കണ്ടാൽ എന്തും നമുക്ക് ട്രംപിനെതിരെ ഉപയോഗിക്കേണ്ടി വരും എന്നൊരു ഫീൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഉയർന്നു വരുന്നുണ്ട്. കാരണം നേരത്തെ നരേന്ദ്രമോദി വിചാരിച്ചിരുന്ന പോലെയല്ല ട്രംപ് എന്ന തിരിച്ചറിവ് നരേന്ദ്രമോദിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇന്ത്യയുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വ്യാപാര വഴിയിലൂടെ ആയാൽ പോലും അമേരിക്ക പ്രവർത്തിച്ചാൽ അതിന് കീഴടങ്ങുന്ന ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ ഇന്ത്യ എന്ന്. പണ്ട് വേണമെങ്കിൽ അതൊക്കെ ഇപ്പം നടക്കുന്ന കാര്യമല്ല. ഇപ്പോൾ പാകിസ്ഥാനെ അവർ സഹായിക്കാൻ തീരുമാനിച്ചിരിക്കും. നിങ്ങൾ സഹായിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മൾ പാകിസ്ഥാനും ഇവർക്കുമെതിരെ നിലപാടെടുക്കാനായിട്ടുള്ള ശക്തി കൂടി നമുക്കിപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നടക്കും. അത് അങ്ങനെ, അതായത് അവർ അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും അവർക്കെതിരെയും ഇതേപോലെയുള്ള സമീപനം വ്യാപാര രംഗത്ത് തന്നെ ഇന്ത്യ എടുക്കും. ഇതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളും ഉണ്ടാവും. നമുക്കുള്ള അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെയൊക്കെ ഒരു ആത്യന്തിക ഫലം എന്ന് പറയുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥ മാന്ദ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇദ്ദേഹം ഇങ്ങനെ ഇത് ചെയ്യുന്നാൽ വ്യാപാരമാണ് മുടങ്ങാൻ പോകുന്നത്. അമേരിക്കയിൽ വളരെ സ്മൂത്തായി നടന്നുകൊണ്ടിരുന്ന വ്യാപാര സംവിധാനങ്ങൾ മുഴുവനും അട്ടിമറിക്കപ്പെടുകയും അമേരിക്കയ്ക്ക് വീണ്ടും ഒരു വലിയ തരത്തിലുള്ള സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതും എല്ലാ രാഷ്ട്രങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു ഗ്ലോബലൈസ്ഡ് വേൾഡാണല്ലോ. അപ്പോൾ ഒരു വലിയ രാഷ്ട്രത്തിന് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മറ്റു രാഷ്ട്രങ്ങളെയും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ലോകത്തെ മുഴുവനും കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള കാൽവെപ്പുകളാണ് ട്രംപിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.